വന്യരായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞാൻ ഫസ്റ്റിൽ ഹജ്ജിന് പോയ കൊല്ലം മുത്തുനബിന്റെ അടുത്ത് കണ്ട് പോകാൻ എനിക്ക് പേടി. എന്തിനാ പേടി? മോശിയായ തമ്മാടിയായ ഞാൻ എങ്ങനെ മുത്തുനബിന്റെ അടുത്തേക്ക് പോവുക? അപ്പൊ മോലേര് കണ്ടുപിടിച്ച എന്താണ്? കുണ്ടൂർ ഉസ്താദ്. ഏത് ഇവരെ വലിയ ഷെയ്ക്കുനാക്കുനായ കുണ്ടൂർ ഉസ്താദ് തെമ്മാടിയാണെന്നുള്ളതാ. അത് ഇയാൾ കണ്ടുപിടിച്ചാണോ ഇനി കുണ്ടൂർ തന്നെ കണ്ടുപിടിച്ചാണെന്ന് അറിയില്ല. കുണ്ടൂർ ഉസ്താദ് തെമ്മാടിയായ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുക എന്ന് അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ആ താവയിലുള്ള ആളുകളല്ലേ ഇതിന്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കാം. പറയും മോലേരെ കുറച്ചും കൂടി പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പോണ്ടത്. അങ്ങനെ പേടിച്ച് എങ്ങനെ ഇവിടെ വന്നിട്ട് പോകാതിരിക്കും? എവിടെയെന്നറിയോ? മദീനത്ത് പോയിട്ട് മദീന മുനവ്വറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ സിയാറത്ത് ചെയ്യാൻ അവർക്ക് പോകാൻ പേടിയാണെന്ന്. മദീനയ്ക്ക് എത്താൻ പേടിയുണ്ടായില്ല. ഈ നാട്ടിൽ കൂടി അള്ളാഹ് ഈ തെമ്മാടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ ചെയ്യുന്ന തെമ്മാടിത്തം മുഴുവൻ കാണുന്നുണ്ട്. അപ്പോൾ പേടിയുണ്ടായില്ല. റസൂലുള്ള വഫാത്തായി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വലിയ പേടിയായിരുന്നു എന്ന് പറഞ്ഞത്. വല്ലാത്ത ജാതി. ഈ ആളൊന്നും റസൂലുള്ള ഉള്ള കാലത്ത് ജനിക്കാതിരുന്നത്. കാര്യം എന്താണെന്നറിയോ? എന്നാ റസൂലുള്ളാന്റെ മുന്നിൽ പെട്ടുപോകുമല്ലോ എന്ന് പേടിച്ചിട്ട് വല്ല എലിവിഷം കുടിച്ച് ചത്തുപോയിരുന്നു. പറയും. അതൊരു അതപകേടല്ലേ, പോകാതിരിക്കാനും പറ്റൂല. അത് വലിയ അതപകേടാണ്. എന്ത്? പോകാനും പറ്റൂല, പോകാതിരിക്കാനും പറ്റൂല. അല്ല, പോകാതെ ഇരിക്കൽ അതപകേടാണെങ്കിൽ പോകൽ അതപകേടാവൂല്ല മോലിയരെ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത്? എന്താ നിങ്ങൾ കുടിച്ചിരിക്കണത്? ഏത് മരുന്നാ നിങ്ങൾ കുടിച്ചിരിക്കണത്? പോകാനാണെങ്കിൽ അതും പേടി. പേടി എന്ന് പറഞ്ഞാൽ അഭിനയിക്കല്ല, യഥാർത്ഥ പേടി തന്നെ. അഭിനയിക്കല്ല, കാണും എന്നുള്ള പേടി തന്നെ, ബേജാറ് തന്നെ, വല്ലാത്ത ബേജാറ്. ആ പേടിയോട് കൂടി നമ്മളെ വാപ്പു തങ്ങൾ ഏതോ പാറ്റ തങ്ങൾ വന്നിക്കണു കൊണ്ടോ? ഏത് തങ്ങൾ വന്നാലും വേണ്ടില്ല, നിങ്ങൾ ഈ പറയണതൊക്കെ തന്നെ അല്ലേ ഓലും പറയാ. പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ ചെന്നപ്പോ ഉസ്താദ് പറയാ, പേടിച്ച് ഏതായാലും ഞാനണ്ട് ധൈര്യമൊക്കെ മനസ്സിൽ സംഭരിച്ച് മുത്തുനബിന്റെ മുമ്പിലാണ്ട് ചെന്ന് ഹുജറത്ത് ഷരീഫിന്റെ മുമ്പിൽ നിന്ന് നോക്കിയപ്പോ ഹുജറത്ത് ഷരീഫിലേക്കാണ്ട് നോക്കിയപ്പോ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു എന്നാ പറഞ്ഞത്. അതാ കുണ്ടൂർ ഉസ്താദിന്റെ പാട്ടിലുണ്ടല്ലോ, അത്ഭുതം കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ അമീനായ മുത്ത് ആവേശത്തോടെ അതിന്റെ പാട്ടാ. അപ്പൊ എന്താ തെളിവ്? പാട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്താ കണ്ടിക്കണ്? നൂറ്റാണ്ടുകൾ മുമ്പ് വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടു എന്നാ പറഞ്ഞത്. ആര് കണ്ടു എന്നാണ്? ഞാൻ തമ്മാടിയാണ് എന്ന് സമ്മതിച്ച ആള്, അങ്ങോട്ട് പോകാൻ പേടിച്ച ആള്, എന്നിട്ട് കണ്ടു, അറിഞ്ഞു, പാടി എന്നൊക്കെ പറയണത്. ഇനി പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബയാർ തങ്ങൾ 5 പ്രാവശ്യം കണ്ട ആ കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാം നമുക്ക്. ഞാൻ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര തവണ കണ്ടിട്ടുണ്ട്? ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വരുന്ന ബായാർ തങ്ങളെ മറുപടി, 5 തവണ ഞാൻ തങ്ങളെ കണ്ടിട്ടുണ്ട് സഖാഫി. ഇത് സക്കാഫിയാണ്, മായനാട് സക്കാഫി. ബായാർ തങ്ങളും അതുപോലെ എന്തൊക്കെ ഒരു സാധനമാണ്. എന്നിട്ട് 5 തവണ കണ്ടിട്ടുണ്ടെന്നാണ്. കുറച്ചെന്തെങ്കിലും കുറക്കാൻ പറ്റുമോ സക്കാഫിയെ? അല്ലേ? 5 തവണ ഒരു 2-3 തവണയൊക്കെ ആക്കിയാൽ പോരെ? പറയും, കുറച്ചും കൂടി പറയുന്നുണ്ട്. 5 തവണ ബായാർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വല്ലാത്ത ജാതി തള്ളു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ടതാണല്ലോ, മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ കണ്ടു എന്നാ പറയണത്. പറയും. അൽഹംദുലില്ലാഹ്, ഇതാണ് നൂറു സാദാത്ത് ബായാർ തങ്ങളുടെ നാവിനുള്ള അഫറ്. അവരുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾക്കുള്ള പ്രാധാന്യം മദീനയുമായിട്ടുള്ള വലിയ കണക്ഷനാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ്. അല്ലാഹ് ഞങ്ങളെ സാദാത്തുക്കളെ ഉലമായിന്റെ പൊരിശ കൊണ്ട് സാധുക്കളായ
ഞങ്ങൾക്കും തങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം തരണേ അല്ലാഹ്. ഇനി ബന്ധമൊന്നുമില്ലെങ്കിലും നുണ പറയാനുള്ള കഴിവുണ്ടിച്ച് നിങ്ങൾക്ക് 100 വട്ടം കണ്ടു എന്ന് പറയാം, അല്ലെങ്കിൽ 1000 വട്ടം നിങ്ങൾ പറഞ്ഞോളിയും. പിന്നാലെ വരുന്ന സക്കാഫി കൂട്ടങ്ങൾ അത് നിങ്ങൾ 100 വട്ടം പറഞ്ഞ പോലെ 1500 വട്ടാക്കും. അതാണ്. ഇനി അതൊക്കെ പോട്ടെ, ഈ ബയാറ് തങ്ങൾ വലിയ ബന്ധമാണെന്ന് പറഞ്ഞല്ലോ, എന്തേ കാന്തവരം ഇതുവരെ കാണാത്തത്? കാന്തവരം കണ്ടിട്ടുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ 50 വട്ടം കണ്ടു എന്നൊക്കെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ബായാറിന് എങ്ങനെയാണ് അത് റസൂലിലാണെന്ന് മനസ്സിലായത്? അതുപോട്ടെ, ബായാറ് കണ്ടപ്പോൾ അവിടെ വേറെയും കുറേ ആളുകൾ ഉണ്ടാവുമായിരുന്നല്ലോ. ആ ആളുകൾ ആരെങ്കിലും റസൂലിനെ കണ്ടോ? എന്തേ ബായാറ് താ നോക്കടാ റസൂലിനെ നിൽക്കണേന്ന് ഒന്ന് തോണ്ടി കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം കിട്ടും പൂസ. കാരണം എന്താ അറിയോ, മെയിനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. ഇനി മദീന പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങി വരൂല. അങ്ങനെ വരുമായിരുന്നുവെങ്കിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വഫാത്താവുന്നത് വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന റസൂലുള്ളാൻ്റെ പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖയുടെ വീട്ടിൽ അവിടെ അന്തിയുറങ്ങിയിരുന്നു അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയും ആ വീട്ടിൽ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ അവിടെ മറവ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഒരു മറ ഇട്ടത് എന്നുള്ളതാണ്, ഒരു ഹിജാബ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഇല്ലേ. അപ്പോൾ ഓലാരും കാണാത്തത് ബായാർ ഇങ്ങനെ ഇരുന്ന് കാണാം. ആയിഷ ബീവി കണ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിഷ ബീവിക്ക് മനസ്സിലാവുമല്ലോ. ആയിഷ ബീവിയുടെ ഭർത്താവാണല്ലോ, കണ്ടിട്ടുള്ള ആളാണല്ലോ അല്ലേ. ആയിഷ ബീവിയുടെ ഹയാത്തിൽ വഫാത്തായി പോയ ആളാണ്. 1,00,000 ചില്ലാനം സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ മനസ്സിലാവുമായിരുന്നു. എന്നാൽ ഒരു താബിഈന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല അത് റസൂലാണോ അല്ലേ എന്നുള്ളത്. എങ്ങനെ മനസ്സിലാവും? അവർ കണ്ടിട്ടില്ല, ചിത്രമല്ല, ഫോട്ടോ അല്ല, വീഡിയോ അല്ല ഇല്ലേ. LED LCD അതുപോലെ മൊബൈല് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്തല്ലേ, ക്യാമറ ഒന്നും ഇല്ലാത്ത കാലത്തല്ലേ റസൂലിൻ്റെ വഫാത്തായത്. പിന്നെ എങ്ങനെ അത് റസൂലിനാണെന്നുള്ള ഈ ബയാറ മനസ്സിലാക്കിയത്? വെറുതെ എന്തേലും തള്ളുക, എന്നിട്ട് പച്ച നോണയാണ് ഈ തള്ളണെന്ന് അറിയാതെ അവിടെ തക്ബീർ തൊഴിലാളികൾ യാ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സഖാഫി കൂട്ടങ്ങൾ ഇങ്ങനെ നോണ തള്ളിക്കൊണ്ടിരിക്കുക. ബായാറിനെ കുറിച്ചിട്ട് ഇയാൾ തള്ളിയാലുള്ളൂ, ഇയാളെ കുറിച്ചിട്ട് വേറെ ഏതെങ്കിലും ബായാറെ അല്ലെങ്കിൽ ബയ്യാറെയൊക്കെ തള്ളുക. അതിന് വേണ്ടിയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തള്ളൽ കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ആഖിറവും ദുനിയാവും കളഞ്ഞു കുളിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.